തോറും മധുരിക്കുന്നൊരു സ്വർഗക്കനിയാണിഷ്ക്, സ്വർഗക്കനിയാണിഷ്ക്. മൂക്കാൽ പാടി മണിച്ചാൽ പോരാ, കൽബിൽ കേറ്റിയിറക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തെ കിറാമും അള്ളാഹുവിൻ്റെ സ്മരണാർത്ഥം ദിക്റിൽ ലയിച്ചുകൊണ്ട് കാറ്റത്ത് മരച്ചില്ലകൾ ആടുന്നത് പോലെ ലയിച്ചാടുമായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ജീവിക്കാനുള്ള ഓരോ മനുഷ്യന്മാരുടെ തന്ത്രപ്പാടുകളാണ്. ഈ ചാടിത്തുള്ളുന്ന മനുഷ്യൻ ആരാ നിങ്ങൾക്ക് അറിയോ? അറിയാൻ വയ്യെങ്കിൽ ഞാൻ വെറുതെ വിമർശിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. കണ്ടോ, ഈ കത്തിയില്ലാതെ കഠാരയില്ലാതെ ശത്രുവിനെ പീസാക്കണോ? എളുപ്പ വഴി. നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, ആടി പടപട കൊള്ളും. എങ്ങനെ എവിടുന്ന് വരുന്നു അവനിക്ക് പോലും അറിയത്തില്ല. അവൻ ചിലപ്പോൾ ചെന്ന് പറയും, മേളിൽ നിന്ന് കല്ലുവന്ന് വീണ്, ഇവിടുന്ന് കമ്പൊന്ന് വീണെന്നൊക്കെ പറയും. അതിന് ശത്രുവിനെ ഒതുക്കാൻ ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക, വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക, ഒരു കത്തി ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് ഒരയ്ക്കുക. ഒരച്ചിട്ട് യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, അടി പടപടാവനിക്ക് കൊള്ളും. വിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ഷിഫയും റഹ്മത്തുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വിശുദ്ധമായ ഖുർആൻ കൊണ്ടുള്ള ചികിത്സയിൽ കണ്ട ഏറ്റവും വലിയ സ്വാത്വികനായ ഒരു മനുഷ്യൻ കളന്തോട് കരീം മുസ്ലിയാരാണ്. കളന്തോട് ഉസ്താനൊക്കെ ചെല്ലുന്ന മനുഷ്യരിൽ അധിക പേർക്കും അനുഭവമുള്ളൊരു കാര്യം, എന്തെങ്കിലും ഈ പൈശാചികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരോട് അദ്ദേഹം പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം നിത്യമായി വുളൂ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകൾ, ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ തികട്ടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ വുളൂ പതിവാക്കുക. നല്ലൊരു ആശ്വാസമാണ്, എപ്പോഴും ഒരു റിഫ്രഷ്നെസ് കിട്ടും. വുളൂ പോയാൽ വീണ്ടും വുളൂ പുതുക്കുക, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ എടുക്കുക. വുളൂ എപ്പോൾ മുറിഞ്ഞാൽ ആ വുളൂ വീണ്ടും എടുത്ത് പതിവാക്കുക, നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയി നമ്മൾ പെട്ട് നമ്മുടെ ജീവിതം നാശമാക്കരുത്. നമ്മുടെ ഈ കാളിച്ചേട്ടൻ എന്ന് പറയുന്ന അറിയാമല്ലോ, നമ്മളോട് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംവദിക്കാറുണ്ട്. അദ്ദേഹം ഞാനോട് നല്ല ബന്ധമാണ്, സൗഹൃദ ബന്ധമുള്ള ആളാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സമീപകാലത്ത് ഒരാളെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് അദ്ദേഹത്തിനെ അടുത്ത് നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്ത് കളയാനുള്ള കാരണം ഇത്തരം വ്യാജസിദ്ധന്മാരാണ്. നമ്മൾ ചില കെണികളിൽ ചെന്ന് വീണ് നമ്മളുടെ മനസ്സമാധാനം, നമ്മൾ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പോയി ആ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തേക്കാൾ വലിയ സങ്കീർണമായ പ്രശ്നമാകും. സ്വാത്വികരായ സ്വാലിഹ്യങ്ങളായ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ്, ഇഹിയ സുനിലെ സുലൈമാൻ ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് നല്ല സ്വാലിഹ്യങ്ങളുണ്ട്. ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഉറക്കം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം മുഴുവനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഗ്രന്ഥങ്ങൾ തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. ആ നാവിന് ഷറഫുണ്ട്. അവരുടെ മുമ്പിൽ പോയി ഒന്ന് ദ്വാരപ്പിച്ചാൽ വലിയ ഹൈറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാ തട്ടിപ്പാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യത്തോണ്ടാ. നിങ്ങളുടെ പണവും പോവും, നിങ്ങളുടെ അഭിമാനവും പോവും. ഒരു സർപ്പദോഷമെന്നും പറഞ്ഞ് ആ സർപ്പദോഷം മാറാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഇതൊരു ബഹുസ്വര സമൂഹം പറയുന്നില്ല എന്നുള്ളതാണ്. പച്ചയായ കുഫറിലേക്കും ഷിർക്കിലേക്കും ആളുകളെ പറഞ്ഞു വിടുക. എന്തിനു വേണ്ടി? സർപ്പദോഷം മാറാൻ വേണ്ടിയാണ്. പൈശാചികമായ ഉപദ്രവങ്ങളുണ്ട്, ഇല്ല എന്നല്ല. അതിനൊക്കെ ഇസ്ലാം തന്നെ വരച്ച് കാണിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. അത്തരം ആളുകളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുക, ജ്യോത്സ്യന്മാരുടെയൊക്കെ പറഞ്ഞു വിടുക. വമിന്ന റിജാലൻ യഅ്തൂനൽ കുഹാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, നിങ്ങൾ ചില ആളുകളുണ്ട് അവർ ഇങ്ങനെ പ്രശ്നം വെക്കുന്ന ആളെടുക്കെ പോവാണ്. പല താഴത്തേക്കും അങ്ങോട്ട് പോരുത്. വമിന്ന റിജാലൻ യതതയ്യറൂന, പക്ഷിശാസ്ത്രം നോക്കുന്നവരുണ്ട്, യഖ്തൂന, കളം വരക്കുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കളങ്ങളെക്കുറിച്ച് മിഷ്കാത്തിലുണ്ട ഹദീസ്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി നമ്മൾ പെടുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ആ നിലയില്ലാ കയത്തിൽ കിടന്ന് ചുറ്റുമ്പോൾ നമ്മൾ എവിടെങ്കിലും കയറി പിടിക്കുന്ന വള്ളികളാണ് ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ അവസാനം നമ്മുടെ കഴുത്തി ചുറ്റും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒട്ടനവധി കാര്യം, നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമുക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞു? നിസ്കാരങ്ങൾ പതിവാക്കുക, അതോടൊപ്പം വുളൂ പതിവാക്കുക, വിശുദ്ധമായ ഖുർആനുമായി നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അദ്കാറുകൾ, ധാരാളം അദ്കാറുകളുണ്ട്. ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കുക. ബാക്കിയൊക്കെ അള്ളാഹ് അങ്ങോട്ട് വിട്ടുവിട്. എന്തിനാണ് ഈ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കട്ടെ. ഹിദായത്തിൻ്റെ വഴിയിലായി ജീവിച്ച് മരിക്കുന്ന അള്ളാഹു തൗഫീഖ്.
ഇതുപോലെ സാധനത്തിലൊന്നും പോയി പെടരുത്. ഇതൊക്കെ മഹാ തട്ടിപ്പാണ്. ഇതിൻ്റെയൊക്കെ പര്യവസാനം നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്.